ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്തൊരു മാറ്റം ഇത്! കുറച്ചു മുൻപ് എന്റെ മുമ്പിൽ നിന്ന് വീട്ടിലേക്ക് പോയ ആളാണോ ഈ തിരിച്ചു വന്നിരിക്കുന്നത്? കുറച്ചു മുമ്പ് എന്റെ അടുത്ത് വന്ന് യാത്ര പറഞ്ഞ് തിരിച്ചുപോയ ആളാണെന്ന് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഗാതമോളാ. ഹലോ മോളെ, നിങ്ങൾ കളരിക്കൽ എത്താറായോ? അമ്മേ, മമ്മിക്ക് ഇവിടെ എന്തോ പെട്ടെന്നൊരു പ്രോഗ്രാം, സോ ഞാൻ റെഡി ആയിട്ട് ഇറങ്ങി. എന്നിട്ട് മോളിപ്പോ എവിടെയാ? അമ്മയും നവീനും വരുന്ന വഴിക്ക് ഞാൻ നിങ്ങളുടെ കൂടെ കയറിക്കോളാം. മോളപ്പോ എവിടെയുണ്ടാവും? ഞാനിവിടെ സിറ്റിയില് മംഗള പാർക്കിന്റെ മുന്നിലുണ്ടാവും. നവീന് സ്ഥലമൊക്കെ അറിയാം. മോള് മംഗള പാർക്കിന്റെ മുമ്പില് നമ്മൾ വെയിറ്റ് ചെയ്യാമെന്ന്. നമുക്ക് ഒരുമിച്ച് പോവാന്നാ പറയുന്നേ. ഫോണിൽ ഓക്കെ ഗാഥ. ഓക്കെ നവീൻ, ഞാൻ വെയിറ്റ് ചെയ്യാം. ഇപ്പൊ അമ്മയുടെ ടെൻഷൻ മാറിയില്ലേ? ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഗാഥ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് പാലിക്കുമെന്ന്. എന്റെ മോനൊരു വാക്ക് പറഞ്ഞ അത് കൃത്യമായിട്ട് ഫലിക്കുന്നുണ്ടല്ലോ. അങ്ങനെ വേണം രണ്ടുപേരും എപ്പോഴും. നവീൻ നോക്ക്, എന്തൊരു ചേഞ്ച് അല്ലേ? മോളെ, എന്തൊരു മാറ്റം ഇത്! കുറച്ചു മുൻപ് എന്റെ മുമ്പിൽ നിന്ന് വീട്ടിലേക്ക് പോയ ആളാണോ ഈ തിരിച്ചു വന്നിരിക്കുന്നത്? കുറച്ചു മുമ്പ് എന്റെ അടുത്ത് വന്ന് യാത്ര പറഞ്ഞ് തിരിച്ചുപോയ ആളാണെന്ന് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. സത്യം പറഞ്ഞാല് ഞങ്ങള് നേരെ കാറോടിച്ചു പോയാനെ. നവീന് ഇഷ്ടായതുകൊണ്ടാ ഞാനെപ്പോഴും സിമ്പിൾ ഡ്രസ്സ് ധരിക്കുന്നത്. ഇത് പിന്നെ മമ്മിയുടെ സെലക്ഷനാ. ഇന്ന് പ്രത്യേകതയുള്ള ദിവസമായതുകൊണ്ട് മമ്മിയുടെ ഇഷ്ടത്തിന് വഴങ്ങി കൊടുക്കാന്ന് വിചാരിച്ചു. മമ്മിക്ക് ഇങ്ങനത്തെ മോഡേൺ വേഷങ്ങളാണല്ലോ ഇഷ്ടം. സിത്താരയുടെ സന്തോഷവും പ്രധാനമാ മോളെ. എന്താടാ നോക്കി നിൽക്കുന്നേ? പോണ്ടേ നമുക്ക്? കേരളോ, ഞാൻ മുന്നിലിരിക്കാം, നിങ്ങൾ രണ്ടുപേരും പുറകിലിരുന്നോ. രണ്ടാളും പുതിയൊരു ജീവിതം തുടങ്ങാൻ പോവല്ലേ. ഒരു കാര്യം ചെയ്യാം, ചടങ്ങുകൾ ഇവിടുന്ന് തന്നെ തുടങ്ങാം. മോളുടെ കൈ പിടിച്ച് കാറിലേക്ക് കയറ്റു നവീൻ. നവീൻ, ആർ യു ഓൾറൈറ്റ് നൗ? ഞാൻ തന്നോട് പറഞ്ഞതല്ലേ, എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. മാത്രമല്ല, വരാനിരിക്കുന്ന ദിവസങ്ങളുടെ സന്തോഷം മാത്രമാണ് എന്റെ മനസ്സിലുള്ളത്. മോളെ, ഹണിമൂണിനെ കുറിച്ചൊക്കെ അവന് വ്യക്തമായിട്ട് എന്തൊക്കെയോ പ്ലാൻ ഉണ്ട് കേട്ടോ. ഒക്കെ ചോദിച്ച് മനസ്സിലാക്കിക്കോണം കേട്ടോ. കേറിക്കോ. നല്ല ചൂട്. സുനന്ദേ, കൃഷ്ണമോള് വിളിച്ചില്ല. കാര്യങ്ങൾ അറിയാത്തതുകൊണ്ട് മനസ്സിനൊരു സമാധാനവും ഇല്ല. ഇന്നലെ രാത്രി വിളിക്കാന്ന് പറഞ്ഞപ്പോ അത് വേണ്ടാന്ന് പറഞ്ഞ തങ്കേച്ചിയല്ലേ? തങ്കേച്ചി വിളിച്ചു നോക്കി. ആ വിളിക്കേ.
അമ്മേ അമ്മേ കൃഷ്ണമോള് വന്നല്ലോ. മോളെ, അമ്മേ മോളെ. മോളെ. ഒന്ന് കാണാൻ എത്രമാത്രം കൊതിയായി. ഇത്രയും വലിയൊരു കാര്യം ജയിച്ചു വന്നിട്ട് അമ്മയ്ക്ക് ഇതുപോലൊന്ന് ചേർത്ത് പിടിക്കാൻ പറ്റിയില്ലല്ലോ. അതിനല്ലേ ഞാൻ വന്നേ. ഗോപാലമ്മ, സുനന്ദേച്ചി, എന്താ രണ്ടുപേരും അന്തം വിട്ട് നിക്കുന്നേ? ഒന്നുമില്ല മോളെ, സന്തോഷത്തിൽ എന്താ പറയണ്ടെന്ന് അറിയാൻ നിക്കുക. എന്റെ കൃഷ്ണേ, ഇപ്പോഴെങ്കിലും നീ വന്ന നന്നായി. ഇവിടെ ഒരു 100 സംശയങ്ങളായിരുന്നു. കളരിക്കലേക്ക് കൃഷ്ണയ്ക്ക് പകരം ഗാഥ എത്തുവോ, സിത്താര മാം കൃഷ്ണയെ ഇറക്കി വിടുവോ, അങ്ങനൊരു 100 സംശയം. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, എങ്ങനെയൊക്കെ സംശയിച്ചാലും ഇതിന്റെ അവസാനം എല്ലാവർക്കും പറയാൻ ഒരു ഉത്തരവേ ഉണ്ടായുള്ളൂ. നിന്നെ കളരിക്കൽ വീട്ടിൽ നിന്ന് ഇറക്കി വിടില്ല. നീ നവീന്റെ കൂടെ തന്നെ ജീവിക്കുമെന്ന്. സിത്താര മാഡത്തിന് അവസാനം കാര്യം മനസ്സിലായി. മോളെ വിളിച്ചിട്ട് എന്താ പറഞ്ഞേ? എന്തായാലും വരുമ്പോ നവീനെയും കൂടെ കൂട്ടായിരുന്നില്ലേ നിനക്ക്? രണ്ടുപേരെ ഒന്നിച്ച് കാണാറുന്നല്ലോ അമ്മയ്ക്ക്. അമ്മേ, ഈ കളരിക്കൽ തറവാടും അവിടുത്തെ രീതികളൊന്നും നമുക്ക് ശരിയാവില്ല. അവരൊക്കെ വലിയ വലിയ കാശുകാരാ, വലിയ വലിയ കമ്പനികള്, ബാങ്കില് കോടിക്കണക്കിന് രൂപ. നമ്മൾ അങ്ങനെയാണോ? ഞാനും അമ്മയും നാട്ടിൽ എങ്ങനെയാ കഴിഞ്ഞിരുന്നത്? അന്നു കിട്ടിയത് വെച്ചും കുടിച്ചും അതിന്ന് സന്തോഷം കണ്ടെത്തിയല്ലേ. ഇപ്പതേ ഇവിടെ വന്നപ്പോഴോ ഗോപാലമാമനും സുനന്ദേച്ചിയും അങ്ങനെയൊക്കെ തന്നെ. ഗോപാലമാമനും സുനന്ദേച്ചിയും അമ്മയും മോളും ഒക്കെ ആയിട്ട് ഇതുപോലൊരു കുടുംബത്തില് കഴിഞ്ഞ മതി നമുക്ക്. അതിനേക്കാളും രസമായിട്ട് ഈ ലോകത്ത് വേറെ ഒന്നുമില്ല. എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? കൃഷ്ണമോളെ, നീ കാര്യം എന്താന്ന് വെച്ചാ പറയേ. ഒന്നുമില്ല ഗോപാലമ്മ, മുതിർന്നവരെപ്പോഴും പറയാറില്ലേ, അവനവന്റെ കാര്യം നോക്കി നടന്നാ മതിയെന്ന്. നമ്മളൊക്കെ നമ്മുടെ കാര്യം നോക്കുന്നു, അത്രേ ഉള്ളൂ. ഞാനേ ഇപ്പൊ വരാം. ഏയ് നിക്ക്, സത്യം പറ, അവിടെ ഇറക്കി വിട്ടോ നിന്നെ?